ചെമ്മീനും കൂന്തളൊന്നും ഇഷ്ടമില്ലാത്ത ആളുകൾ വളരെ കുറവായിരിക്കില്ലേ. അപ്പോൾ ഈ ഞണ്ട് കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കേണ്ട ഇത് ഇന്നോ ഇന്നലെയോ വെച്ചതാണെന്ന്. ഇത് കുറച്ച് മുന്നേ ഉള്ളതാണ്. എൻ്റെ ഗാലറി കിടന്ന് ഇങ്ങനെ തുരുമ്പ് പിടിക്കുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചത് വേഗം തന്നെ എഡിറ്റ് ചെയ്തിടാന്ന് കേട്ടോ. അപ്പോൾ എനിക്കിപ്പം കാണുമ്പോൾ ശരിക്കും കൊതിയാവുന്നു കേട്ടോ. ഇതൊരു കിടിലോസ്കി ഞണ്ട് കറിയാണ് കേട്ടോ. അപ്പോൾ അതാ ഒരു ചട്ടിയൊക്കെ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും തക്കാളിയും എല്ലാം ഉള്ളി എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് നന്നായിട്ട് കഴുകി വെച്ച നല്ല പഞ്ഞിയുള്ള ഞണ്ടായിരുന്നു കേട്ടോ. അതും കൂടെ അങ്ങോട്ട് ഇട്ടിട്ട് കുറച്ച് നേരം മൂടി വെച്ച് അങ്ങോട്ട് വേവിക്കുക. അപ്പോൾ ഏകദേശം ഞണ്ട് വേവുകയും ചെയ്യും, ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി സെറ്റ് ആവും കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഞാൻ മസാലപ്പൊടികൾ ഇടുന്നുണ്ട്. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇതാണ് പരുവം കേട്ടോ. കുറച്ച് നേരം കൂടെ മൂടി വെച്ച് വേവിച്ചിട്ട് ഇതിലേക്ക് ഞാൻ ഒഴിക്കുന്നത് തേങ്ങ ആണ് കേട്ടോ. തേങ്ങ അരച്ചതാണ്. അതും കൂടെ ഒഴിച്ചിട്ട് കുറച്ച് അധിക നേരം നന്നായിട്ടൊന്ന് അത് തിളച്ച് സെറ്റ് ആവട്ടെ കേട്ടോ എന്ന് വിചാരിച്ചിട്ട് ഒന്നും കൂടെ മൂടി കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് മൂടി വെച്ച് അങ്ങോട്ട് വേവിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ ഗൈസ്, നല്ലൊരു അടിപൊളി ഞണ്ട് കറി ഇവിടെ റെഡിയാണ് കേട്ടോ. അതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ കുറച്ചും കൂടെ നോക്കിയിട്ട് ഇട്ടിട്ട് നമുക്ക് ഫൈനൽ റിസൾട്ട് കാണണ്ടേ. ഇപ്പം കാണുന്നതൊന്നല്ല ഗൈസ്, കണ്ടോ, നല്ല അടിപൊളി നല്ല എരിവുള്ള ഞണ്ട് കറി റെഡി.